ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ട് കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കൂട്ടാൻ വയ്ക്കുമ്പോൾ ഇളയ വെണ്ടയ്ക്കല്ലേ കൂട്ടാൻ വയ്ക്കാൻ എപ്പോഴും നല്ലത്. ഇതിപ്പോൾ നമ്മൾ മൂത്ത വെണ്ടയ്ക്കയാണെങ്കിൽ നമ്മൾ കളയുക ചെയ്യാറ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കളയേണ്ട. അതുകൊണ്ട് നമുക്ക് കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കഴുകി എടുത്തതാണിത്. വെള്ളം ഊറ്റി കഴിഞ്ഞിട്ട് എടുത്താണിത്. ഇത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഇത്ര നീളത്തിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം. വെണ്ടയ്ക്കെല്ലാം ഇതേമാതിരി ഇതേ നീളത്തിൽ നുറുക്കിയെടുത്തു. ഇത് നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഒന്ന് നല്ലപോലെ ഉണക്കിയെടുക്കാം. വെണ്ടയ്ക്ക രാവിലെ ഇതേമാതിരി ചെറുതായി നുറുക്കിയിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താണിത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ ഉണക്കിയെടുത്ത് ഇപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. പാത്രത്തിലേക്ക് ഇട്ടു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് നമുക്കൊരു തൈര്, അധികം പുളിയില്ലാലും കുറച്ച് പുളിയുള്ള ഒരു തൈരാണിത്. പുളി നമ്മൾ നോക്കിയിട്ട് ഒഴിക്കണം. അത്യാവശ്യം പുളിയുള്ള തൈരാണിത്. ഇതേമാതിരി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് രാത്രി മൊത്തം ഇങ്ങനെ അടച്ചു വയ്ക്കാം, മിക്സ് ചെയ്ത് വെച്ചിട്ട്. എന്നിട്ട് ഇത് നാളെ രാവിലെ എണീറ്റിട്ട് രാവിലെ നമുക്ക് ഇത് വെയിലത്ത് ഉണക്കിയെടുക്കണം. എന്നിട്ട് ഈ തൈര് കഴിയുള്ളൂ. നമ്മൾ ഇതിപ്പോൾ രാവിലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വൈകുന്നേരം എടുത്തിട്ട് തൈര് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇതിലിട്ട് ഇടണം. തൈര് കഴിഞ്ഞാഴ്ച പിന്നെ നല്ലപോലെ ഉണങ്ങിയതാണെങ്കിൽ അത് വെയിലനുസരിച്ചിട്ടായിരിക്കും. നല്ല വെയിലാണെങ്കിൽ ഇത് വേഗം ഉണങ്ങി കിട്ടും. ഇനി നമുക്കിത് നാളെ എടുത്തിട്ട് വെയിലത്തിടാം. അപ്പം ഇന്നലെ രാത്രി തൈരും ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ച വെണ്ടക്കായാണത്. ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് നമുക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അപ്പം തൈരെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. അഥവാ തൈര് ഇതിൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ ഇത് ഇന്ന് വൈകുന്നേരം വെയിലത്തിട്ട് ഉണക്കിയിട്ട് ഇതിലിട്ടിട്ട് നാളെ പിന്നെ ഉണക്കണം. ഇനി നമുക്കിതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം നല്ലപോലെ ഉണങ്ങി കഴിയുന്നുണ്ട്. നല്ലതായി ഉണങ്ങി കഴിഞ്ഞ് ഇനി നമുക്ക് 2 ദിവസം വേണ്ടി വന്നത് ഉണങ്ങി കിട്ടാനായിട്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. എണ്ണ ചൂടായി. ഞാൻ ചീഞ്ചട്ടി എടുത്തിട്ട് വെച്ചു. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി. ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം എണ്ണയിൽ വറുത്തെടുത്താണ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ലതാണ്. നല്ല ക്രിസ്പിയാണ്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്